ഈ 10 ലക്ഷണങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇത് ഞാൻ മറ്റുള്ളവരിൽ കണ്ടിട്ടുണ്ടോ, അതോ ഇതെല്ലാം എന്നിൽ തന്നെ ഉണ്ടോ എന്ന്. കാരണം ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് നമ്മുടെ ബുദ്ധിയില്ലായ്മ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറിവില്ലാത്തവൻ എന്നല്ല. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരസുഖത്തിന് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര ഡോസേജ് കൊടുക്കണം, ഇതാണ് അറിവ്. ആ മരുന്ന് എപ്പോൾ കൊടുക്കണം, എപ്പോൾ കൊടുക്കരുത് എന്ന തിരിച്ചറിവാണ് ബുദ്ധി. അറിവുള്ള പലർക്കും ബുദ്ധി ഉണ്ടാവണമെന്നില്ല. പല പുരുഷന്മാരും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് താൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്ന്. തൻ്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇവർക്കുണ്ടാവാറില്ല. ബുദ്ധിമാനാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന പുരുഷന്മാരുടെ 10 ലക്ഷണങ്ങൾ. സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാതെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. തനിക്ക് തെറ്റുപറ്റിയാൽ താനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ അയാളുടെ ഉള്ളിലുള്ള ഈഗോ അയാളെ അനുവദിക്കില്ല. താൻ ചെയ്ത എത്ര വലിയ തെറ്റിനെയും സ്വയം ന്യായീകരിച്ച് താനായിരുന്നു ശരി എന്ന് സ്ഥാപിച്ചെടുക്കും. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായാൽ കുറ്റം സഹപ്രവർത്തകർക്കായിരിക്കും. ബന്ധം തകർന്നാൽ പ്രശ്നക്കാരി അവളായിരുന്നു. തെറ്റ് സമ്മതിച്ചാൽ മറ്റുള്ളവർ തന്നെ വില കുറച്ച് കണ്ടാലോ എന്നിവർ ഭയപ്പെടുന്നു. തെറ്റുകൾ ശത്രുക്കളല്ല, അധ്യാപകരാണ് എന്നിവർ മനസ്സിലാക്കാറില്ല. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കില്ല, അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കും. പ്രശ്നം എന്തായാലും അതിന് കാരണക്കാർ മറ്റുള്ളവരാണ് എന്ന് വിശ്വസിക്കും. തൻ്റെ ഭാഗത്തും തെറ്റുണ്ടാകാം എന്ന നേർത്ത ചിന്ത പോലും വരാത്തവരാണ് ഇവർ. ഒരാളുടെ അഭിപ്രായമോ ഉപദേശമോ വിമർശനമോ സ്വീകരിക്കാനുള്ള മനസ്സ് ഇവർക്കില്ല. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട, തൻ്റെ അഭിപ്രായങ്ങളാണ് 100% ശരി, ഇതൊക്കെയാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അതിരുകവിഞ്ഞ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഇവരുടെ മനസ്സ് അനുവദിക്കില്ല. എനിക്ക് എല്ലാം അറിയാം എന്ന ധാരണ, തനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല എന്ന അഹങ്കാരം, ഉപദേശം കേൾക്കുന്നത് തൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കും എന്ന വിശ്വാസമാണ് ഇവർക്ക്. ഇവർക്ക് ഇമോഷണൽ സെൽഫ് കൺട്രോൾ ഇല്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ട്രിഗറാവും. ഭക്ഷണത്തിൽ ഒരല്പം ഉപ്പ് കൂടിയാൽ സാരമില്ല എന്ന് പറഞ്ഞാൽ തീരേണ്ട ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ ഇവരതിനെ സംസാരിച്ച് വഷളാക്കി അവസാനം കേൾക്കുന്ന വ്യക്തിയെ ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കി മാറ്റും. 5 മിനിറ്റ് ലേറ്റായാൽ 5 മണിക്കൂർ ലേറ്റായതിൻ്റെ റിയാക്ഷനായിരിക്കും കാണിക്കുന്നത്. എന്നെ ആരും തിരുത്തരുത്, എന്നെ ആരും ചാലഞ്ച് ചെയ്യരുത്, എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഇതെല്ലാം ഇവരുടെ എഴുതപ്പെടാത്ത നിയമങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ദേഷ്യം വരും. പക്ഷേ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ബന്ധങ്ങൾ തകരും, വിശ്വാസം നഷ്ടപ്പെടും, ആളുകൾ ദൂരം പാലിക്കാൻ തുടങ്ങും, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാവും. ഒരു മനുഷ്യന് അഹങ്കാരം കൂടുതലായാൽ പുതിയ അറിവുകൾ നേടാൻ, തെറ്റുകൾ തിരുത്താൻ, സ്വയം മാറാൻ അവൻ ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം അവൻ്റെ കാഴ്ചപ്പാടിൽ അവനാണ് ശരി, തെറ്റുകൾ മറ്റുള്ളവരുടേതാണ്. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്നായിരിക്കും ഇവരുടെ മറുപടി. ബന്ധങ്ങളിൽ പാർട്ട്ണറുടെ വാക്കിന് ഒട്ടും വില കൽപ്പിക്കാത്തവരാണ് ഇവർ. ആവർത്തിച്ച് തെറ്റ് ചെയ്താലും തനിക്ക് തെറ്റുപറ്റിയെന്ന് ഇവരൊരിക്കലും സമ്മതിക്കില്ല. തെറ്റെന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കില്ല. വിമർശിക്കുന്നവർ ഇവർക്ക് ശത്രുക്കളായിരിക്കും. എനിക്ക് എല്ലാം അറിയാം എന്ന അഹങ്കാരം, ഈ മനോഭാവം ആ വ്യക്തിയുടെ അറിവിനെയും വളർച്ചയെയും ഇല്ലാതാക്കും എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്കില്ല. മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നിന്ന് പഠിക്കാതെ വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നതാണ് ബുദ്ധിയില്ലായ്മയുടെ ഏറ്റവും വലിയ അടയാളം. ജീവിതം
ഓരോ തെറ്റിനും ഒരു ലെസൺ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ലെസൺ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെയാണ്, എന്നെ മാറ്റാൻ കഴിയില്ല എന്ന മനോഭാവം. ബുദ്ധിമാനായ ഒരുവൻ തെറ്റുകളിൽ നിന്ന് പഠിക്കും, അല്ലാത്തവൻ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ ബുദ്ധിയില്ലായ്മ. സ്ത്രീകളെ ചെറുതായി കാണുക, അവരുടെ വികാരങ്ങളെ വില കുറച്ച് കാണുക, പരിഹസിക്കുക, നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അധികാരം കാണിക്കുക. ഒരു പുരുഷൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഇതെല്ലാം. ചില പുരുഷന്മാർ ഇവർക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുന്നത് കാണാം. ഏത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, ആരോട് സംസാരിക്കണം, ഇതെല്ലാം ഇവരുടെ കൺട്രോളിലായിരിക്കും. ചില ഭാര്യമാർ ഇതെല്ലാം സ്നേഹം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. താൻ സ്മാർട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചില പുരുഷന്മാർ മറ്റുള്ളവരുടെ മുന്നിൽ ശബ്ദമുയർത്തും, ശാസിക്കും, ഭീഷണിപ്പെടുത്തും, വാദിച്ച് ജയിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം വെറും പവർ ഷോ മാത്രമാണ്. ബുദ്ധിമാനായ പുരുഷൻ പവർ ഉപയോഗിച്ചല്ല, സ്ത്രീകളെ ബഹുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. ചിലർ ഒന്നും ആലോചിക്കാതെ തനിക്ക് തോന്നുന്നതെന്തും പറഞ്ഞു തീർക്കും. പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കും, എന്തായിരിക്കും ആഫ്റ്റർ എഫക്റ്റ്, തന്നെ ഇത് എത്രത്തോളം ബാധിക്കും എന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല. ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ, ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തികൾ, ഇതൊന്നും സാധാരണ തെറ്റുകളല്ല. ഇതിൻ്റെയെല്ലാം അനന്തരഫലം ബന്ധങ്ങൾ തകരും, വാക്കുകൾ മുറിവേൽപ്പിക്കും, അവസരങ്ങൾ നഷ്ടപ്പെടും. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കും. കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഇവർക്ക് വളരെ കുറവാണ്. ഗൗരവമായി കാണാനുള്ള മനോഭാവം ഇല്ല. വരുമാനത്തേക്കാൾ കൂടുതൽ ഇവർ ചെലവഴിക്കും. പണം ചെലവഴിക്കുന്നതിൽ വ്യക്തമായ പ്ലാനിങ് ഇവർക്കില്ല. സേവിങ്സ് ഉണ്ടാവാറില്ല. കുട്ടികൾ, പേരൻസ്, വീട്ടിലെ ആവശ്യങ്ങൾ, ഇതിലൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല. പാർട്ട്ണർ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒളിച്ചോടും. ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കുന്ന പുരുഷൻ ജീവിതത്തിൽ സ്ഥിരതയില്ലാത്തവനായി മാറും. ചിലർ ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് നടക്കില്ല, ഇത് പറ്റില്ല, ഇത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് കരുതും. ഏത് സാഹചര്യത്തിലും ആദ്യം പറയുന്നത് നെഗറ്റീവായിരിക്കും. ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. മാനസിക പക്വതക്കുറവ്. മറ്റുള്ളവരെ എപ്പോഴും നിന്ദിച്ച് സംസാരിക്കും. എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടുപിടിക്കും. ഭാവി പദ്ധതികൾ പറഞ്ഞാൽ ഉടനെ നിരാശപ്പെടുത്തും. മാറ്റത്തെ അംഗീകരിക്കില്ല. തൻ്റെ തെറ്റുകൾ, ദുർബലതകൾ, ദുശീലങ്ങൾ ഇവയൊന്നും മാറ്റാൻ ശ്രമിക്കില്ല. ഉപദേശങ്ങൾക്ക് പകരം ന്യായീകരണങ്ങൾ. താൻ ഇങ്ങനെയാണ്, മാറ്റാൻ കഴിയില്ല എന്ന ഫിക്സഡ് മൈൻഡ് സെറ്റ്. സ്വയം മാറാൻ ശ്രമിക്കാത്ത ആളുകൾ മാറ്റത്തെ ഒരു അസാധ്യ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. മാറ്റത്തിനുള്ള തടസ്സം നിങ്ങൾ തയ്യാറാകാത്തതല്ല, മറിച്ച് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷം മുതൽ നിങ്ങൾ ബുദ്ധിയില്ലാത്തവനല്ല. ഈ ലോകത്ത് ധാരാളം ബുദ്ധിയില്ലാത്തവരുണ്ട്. നിങ്ങൾ അവരിൽ ഒരാളാകരുത്. ബുദ്ധിയില്ലായ്മ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. സെൽഫ് അവെയർനെസ്, മാനസിക പക്വത, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതാണ് ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം. നിന്റെ ബുദ്ധിയില്ലായ്മ നീ മനസ്സിലാക്കുന്നത് വരെ അത് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കും. എന്നിട്ടോ നീ അതിനെ വിധിയെന്നും വിളിക്കും. ഹ്യൂമൻ സൈക്കോളജി ബേസ്ഡ് ഓൺ പോയിൻറ്റ്സ് ആണിത്. ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.